നല്ല മഴയും കാഠ്മണ്ഡു സിറ്റി വൈബ് കിട്ടും. നമ്മള് ആ സ്ട്രീറ്റ് കയറി, പക്ഷേ ഇങ്ങനെ മഴ പെയ്യുന്നിടത്ത് പിന്നെ നമ്മൾ നടക്കാനുള്ള മൂഡൊന്നുമില്ല. പിന്നെ കുറച്ച് ടയേർഡും ആയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ ഇങ്ങനെ ക്ലച്ച് പിടിച്ച് എൻ്റെ കാലും പണിയായിട്ടുണ്ട്, പിന്നെ നടന്ന അവൻ്റെ കാലും പണിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു നേരെ നമുക്ക് ഇന്നലെ കടന്ന സ്പോട്ട് പോവാം, എന്നിട്ട് ഇന്ന് അടിപൊളിയായിട്ട് കടന്നുറങ്ങാന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ ദർബാർ സ്ക്വയർ കേട്ടോ. അല്ലേ ഇതിൻ്റെ ഒരു ഭംഗി. നമ്മളൊക്കെ രാത്രിയും ഇരുന്നാണ്ടപ്പോൾ കാണുന്നത്, വേറെ ഓപ്ഷൻ നമുക്കില്ല. എന്നാലും നോക്കാം നമുക്ക്. നമ്മളേ ഈ ദർബാർ സ്ക്വയറിൽ വേണ്ട വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കി നിങ്ങൾ, ഇവിടെ ചുറ്റിലും ഇപ്പോഴും ആൾക്കാർ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വിറ്റ് നടക്കണം. ഇന്ന് രാവിലെ നമ്മൾ കണ്ട സീൻ ഉണ്ടല്ലോ, അതേ സീൻ തന്നെയാണ് ഇപ്പോഴും ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാം കേട്ടോ. പണ്ടത്തെ അമ്പലങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതികളൊക്കെ. നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പോൾ സങ്കടം തോന്നും കേട്ടോ. കാരണം ഓരോരുത്തർ ഓരോരുത്തർ ഇരുന്ന് സാധനങ്ങൾ വെക്കുന്ന കാണുമ്പോൾ കണ്ടില്ല ഇതിൻ്റെ ഉള്ളിലത്തെ വൈബ്. ഓഹ്, എന്താ മനസ്സിലായിട്ടത്? അവരുടെ പാലസ് ആണൊന്നും അറിയില്ല. എന്തായാലും ഒരു രക്ഷയില്ല. ഷർഫൽ പോന്നിട്ടില്ല, അവന് നടക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ടുണ്ട്. ഓ, ഇങ്ങോട്ട് കണ്ടില്ലേ, അങ്ങോട്ട് കുറച്ച് പോഷായിട്ടുള്ള സ്ഥലമൊന്നും ഉണ്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള കഫേസ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ രാത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഈ വൈബാട്ടോ, കഫേ വൈബ്. ചുമ്മാ ആൾക്കാരിങ്ങനെ ഈ പറഞ്ഞ പോലെ കറങ്ങി നടന്ന് എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ കണ്ടില്ല റൂഫ് ടോപ്പ് കഫേസ്. ഈ ഒരു സ്ഥലത്ത് ഫോറിനേഴ്സ് വേണ്ട, അത്രയും റഷ് ആവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സാധാ ലോക്കൽ ആൾക്കാരന് മതി. പക്ഷെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം മഴ ആയതുകൊണ്ട് എല്ലാവരും ഓരോ മൂലക്കിലാണെന്ന് പറയാം. ആരും സ്ട്രീറ്റ് കൂടെ നടക്കുന്നില്ല. പോകുന്ന റോഡുകളും സ്ട്രീറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല കട്ട പതിച്ച് അടിപൊളിയായിട്ട് കേട്ടോ ഇതുള്ളത്. ഇത് നിങ്ങൾക്ക് പകൽ കാണിച്ചു തരണമായിരുന്നു, പക്ഷെ പകലത് നമുക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടിയും കൊണ്ടിട്ട്. അമ്മാതിരി റഷായിരിക്കും. അച്ഛനാ ഭയ ചോദിച്ചോട്ടെ. നമ്മളെന്തോ ഒരു സാധനം പറഞ്ഞിട്ട് ക്യാസ്കനാ പൊക്കോ മോമോസ്. മോമോസാ എന്നിട്ടാ മൂപ്പര് വേറെ പേര് പറഞ്ഞേ, നേപ്പാളി പേര് പറഞ്ഞായിരിക്കില്ലേ. കഴിച്ചോക്കാം ഗൈസ്. സംഗതി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് അല്ലേ. 7 ഉറുപ്പിക നല്ല ഡീലല്ലേ. നമ്മൾ ഇന്നലെ താമസിച്ച അതേ സ്ഥലത്തേക്ക് വന്നു കേട്ടോ, ആ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട്. വണ്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇതാ കടന്നിട്ടുണ്ട് അടിയില്ലേ. പിന്നെ ഇവിടെ സെറ്റായിട്ട് കിടക്കാം സുഖമായിട്ട്. നല്ല മഴ എന്നുകൊണ്ട് സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് കിടക്കാം കേട്ടോ. അത് മാത്രമല്ല അത്യാവശ്യം ചൂടും ഇതിൻ്റെ അകത്തുണ്ടാവും, നല്ല മഴ ആണെങ്കിലും. അപ്പം ഇനി വേറെ സീനൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. രാവിലെ എണീറ്റ് ഇപ്പം സമയം 7 ആയിട്ടുണ്ട്. നമ്മളിനി ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് പോകാനുള്ള പരിപാടി കേട്ടോ. ഇവിടുത്തെ ചേട്ടന്മാർ, ഇത് ശരിക്കും വണ്ടിൻ്റെ ഇതാണ്, അതായത് ഈ കൊട്ട വണ്ടിയൊക്കെ നിർത്തുന്ന സ്റ്റാൻഡാണ്. അപ്പം ഇവിടുത്തെ രണ്ട് ചേട്ടന്മാർ നമ്മളോട് ഇരുന്ന് വർത്തമാനം പറഞ്ഞു. അപ്പം എന്തായാലും നേരെ ഇനി ബോർഡറിലേക്ക് പോവാണ്. ബീഹാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. കാരണം അത്യാവശ്യം ദാരിദ്ര്യം പിടിച്ചൊരു സംസ്ഥാനമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മളിന്ന് ബീഹാർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നും നാളെ മറ്റന്നാളൊക്കെ ബീഹാറിനായിരിക്കും, കാരണം ബീഹാർ അത്രയും ഉണ്ടാവും കാണാൻ. എന്തായാലും നോക്കാം. നമ്മളെ വണ്ടിയിൽ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ എൻജിൻ ഓയിൽ ഒഴിക്കാൻ വേണ്ടിക്ക് ഒരു കടൻ്റെ മുമ്പിൽ നിർത്തിയാട്ടോ. ഇവിടെ നോക്കിയപ്പം എല്ലാ കടകളുടെ ഷട്ടറിൽ, ക്ലോസ് ചെയ്ത ഷട്ടറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓയിൽസിൻ്റെ പരസ്യമാണ്. ഞാൻ വിചാരിച്ചതൊക്കെ ഓയിലിൻ്റെ ഷോപ്പാന്നുള്ള, പിന്നുള്ളത് മനസ്സിലായതൊക്കെ പരസ്യമാണെന്നുള്ളത്. भैया डीजल गाड़ी का इंजन ऑयल है क्या? डीजल गाड़ी का इंजन ऑयल 2040 हाँ. ഈ കാണുന്ന നേപ്പാളി പ്രൊഡക്റ്റാണ് ഒഴിച്ചത്. ഈ നേപ്പാൾ ഓയിൽ വെക്കണ്ട വിചാരിച്ച്
ഇനി നേപ്പാൾ എന്നിട്ട് എന്തായാലും നേപ്പാൾ ഓയിൽ ഒഴിക്കാന്ന് വിചാരിച്ച്. 350 ഇവിടുത്തെ കറൻസിയാണ്. ശരിക്കും സെർവോൻ്റെ ഓയിലൊക്കെ ഉണ്ട്, അതിന് 800 രൂപയാണ് 1 റേറ്റാണ്. നാട്ടിന് ഒരു 600 രൂപ വരും. നാട്ടിൽ 300 രൂപയുടെ സാധനമാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതൊക്കെ നാട്ടിൽ നിന്ന് വരുന്നതാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിനോട് വിട പറയാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ദിവസമാണ്. മുമ്പിൽ നല്ല നല്ല മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സർഫിലേ ഉള്ളിൽ സങ്കടം ഉണ്ടാ? ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. അതാട്ടോ അവസ്ഥ. ചെക്കന് രാവിലെ തന്നെ ഒരു ട്രോലാണ്ട് ഒഴിച്ചു കൊടുത്തപ്പം ആളങ്ങോട്ട് ഉഷാറായിട്ടോ. ഓനിപ്പോൾ എങ്ങനെ ആയാലും ഓടിയാൽ മതി എന്നുള്ള മൈൻഡായി. നമുക്ക് 150 കിലോമീറ്ററിൻ്റെ മേലുണ്ട് ബോർഡറിലേക്ക്. നമ്മൾ ബീഹാറിൻ്റെ ബോർഡറിലേക്ക് പോകുന്നത്. അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ബോർഡർ. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൊൽക്കത്തൻ്റെ ബോർഡറിലേക്ക് പോകാനാണ്. പക്ഷേ കൊൽക്കത്തൻ്റെ ബോർഡർ ഇവിടുന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉണ്ട്. അപ്പം എനിക്കൊരു തോന്നുന്നില്ല നമ്മൾ ഇന്ന് ഒറ്റൊരു ദിവസം കൊണ്ട് അത് ഓടാതെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡ് അവസ്ഥ എന്തെങ്കിലും കാരണത്താൽ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെടും. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ബോർഡറിൽ പോയിട്ട് ഇന്ത്യൻ്റെ റോഡിലൂടെ പോവുക. അതാകുമ്പോൾ റോഡ് അല്പം കൂടി നന്നാവാനുള്ള സാധ്യതയുണ്ട്. ബീഹാറിലൊക്കെ എങ്ങനെയാണ് റോഡ് അറിയാൻ പറ്റില്ല. ഉത്തർപ്രദേശിലാണ് കയറുന്നതെങ്കിൽ നമുക്ക് എന്തായാലും കുറേ നല്ല നല്ല ഹൈവേസ് കിട്ടുമായിരുന്നു. പക്ഷെ ഇത് ബീഹാർ ആയതുകൊണ്ട് ഇനി അറിയില്ല. പിന്നെ ബീഹാറിൽ കയറുന്ന ഒരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാർ നമുക്ക് ഒട്ടും സേഫ് അല്ല എന്നുള്ളൊരു തോന്നുന്നുണ്ട്. കാരണം പൊതുവെ എല്ലാവരും വരാറുണ്ട് ബീഹാറോടെ യാത്ര ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അങ്ങനെ എങ്ങനെയാണെന്നുള്ളത്. കാരണം കുറച്ച് ദാരിദ്ര്യം പിടിച്ചിട്ട് അതിൽ കുറച്ച് എന്താ പറയുക സാമ്പത്തികമായിട്ട് പിന്നോക്കം പിടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണല്ലോ. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ജീവിതശൈലിയും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടാണ്. എന്നാലും നോക്കാം, നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ബീഹാറിൽ പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ നമ്മളെ വണ്ടിയിൽ നിന്ന് ഒരു മുട്ടുസൂചി പോലും കാണാതായിട്ടില്ല അല്ലേ? ഒരു സാധനം പോലും ഇത്ര 6 മാസം കഴിഞ്ഞിട്ട് പോലും പോയിട്ടില്ല. പക്ഷേ ഇനി എന്താന്നുള്ളത് നമുക്ക് ബീഹാർ എത്തിയിട്ട് പറയാം. പിന്നെ നമ്മളിന്നലെ ആ കുട്ടിയോട് സംസാരിച്ചില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ആൾക്കാർ കൃഷി ചെയ്തിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എത്ര ന്യൂസ് ഉണ്ടായിരുന്നു, ക്യാബേജ് കൃഷി ചെയ്തിട്ട് കൃഷിക്കാർക്ക് 1 കിലോന് 4 രൂപ പോലും കിട്ടുന്നില്ല. അതായത് ഇവർ ഇന്ത്യയും ചൈനയും ഗ്യാപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർ കൃഷി ചെയ്യുമ്പം ഇവർക്ക് സാധനങ്ങൾ കിട്ടുന്നത് ഈ 2 രാജ്യത്തു നിന്നാണ്. ഇത് വെച്ച് ഇവർക്ക് കൃഷി ചെയ്യുമ്പം ഇന്ത്യയിലും ചൈനയിലും കൃഷി ചെയ്യുന്ന റേറ്റിന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് തീർക്കാൻ പറ്റുന്നില്ല, ഇവർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് കുറച്ചുകൂടി പ്രൈസ് കിട്ടണം. പക്ഷെ അത് ഇവർക്ക് കിട്ടുന്നില്ല. ബാക്കിയുള്ള പ്രൊഡക്റ്റ് വരുന്നതുകൊണ്ട് പച്ചക്കറി കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ പ്രൊഡക്റ്റിന് ഒട്ടും വില കിട്ടാതെ എത്രയോ ടണ്ണ് കണക്കിന് ക്യാബേജുകൾ ഒഴിവാക്കുകയാണല്ലോ ചെയ്തത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെന്താ പറയുക, വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം 1 ഇവിടുത്തെ നാച്ചറും, 2 ഇവിടുത്തെ ഡ്രൈവിങ്ങും, 3 ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രൈവിംഗ് ശീലമാണ്. ഹോണടിക്കാതെ വണ്ടി ഓടിക്കുന്നതും കാര്യങ്ങളൊക്കെ അല്ലേ? നമ്മൾ കാഠ്മണ്ഡുവിൽ ട്രാഫിക്കിൽ വരെ അല്ലേ അലമ്പില്ല. ഹോൺ ബാൻഡാണെന്നുള്ളത് അവിടെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അതായത് പല സ്ഥലത്തും ഹോണിൻ്റെ അടിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ സിമ്പലും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, വെച്ചിട്ടുണ്ട് സൈൻ ബോർഡ്. നോ പീങ്. ഓ നോക്കിയാൽ സിറ്റി വയ്ക്കാം. ഇന്ന് കുറച്ച് വെയിലുണ്ട് കേട്ടോ രാവിലെ തന്നെ അല്ലേ? ഞങ്ങൾ കാഠ്മണ്ഡു നല്ല ചൂടായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പൊക്രൻ്റെ അത്ര ചൂടൊന്നും കാഠ്മണ്ഡുവില്ല. കാഠ്മണ്ഡുവിൽ മാക്സിമം വരുന്ന ടെമ്പറേച്ചർ 32-33 ഒക്കെയാണ്. പിന്നെ 10 താഴോട്ട് വിന്ററിൽ പോകില്ല. ഇതാട്ടോ നമ്മളെ സിറ്റി കാണുന്നുണ്ടാവും അല്ലേ? അങ്ങോട്ട് എങ്ങനെ റോഡൊന്നും അറിയില്ല കേട്ടോ. ഇങ്ങനത്തെ റോഡുകൾ നമുക്ക് കിട്ടൽ കുറവാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ അരിക്ക് അടിപൊളി റബ്ബറൈസ്ഡ് റോഡുകളാണ്. പൊതുവെ ഇവിടുത്തെ റോഡ് ഇങ്ങനെ ഒരു കുണ്ടും കുലുക്കമാണ്. നാഷ്പതിയും അതേപോലെ സവർജലും ഉണ്ട് ഇവിടെ. കിലോന് 120-150. ഓ സൗ വാല ഹൈ वो अच्छा है क्या? സവർജലും ഇല്ല, വേറെ എന്തോ ഒരു സാധനം അല്ലേ? സവർജൽ ഇത് നാഷ്പതി എന്താ പേര് പറയടാ? നാഷ്പതി നല്ല ടേസ്റ്റ് ആണ്.
തോട് നിർത്തുന്നുണ്ട് അങ്ങനെ കഴിക്കാം. അടിപൊളി.